ഇന്ത്യ ഗവൺമെൻറ് വിവിധ സംസ്ഥാനങ്ങൾക്ക് എയിംസ് പ്രഖ്യാപിച്ചു. കേരളത്തിന് ഇതുവരെ നൽകിയിട്ടില്ല അല്ലേ? ഈ കേരളം ആസ്ഥാനമായി റെയിൽവേ സോൺ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത് ഇപ്പോഴും ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. നേമത്ത് റെയിൽവേ ടെർമിനലടക്കം ഞാൻ 2014-19 എൻ്റെ ആ കാലാവധി തീരുന്നതിന് തൊട്ട് മുമ്പ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് റെയിൽവേ മന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിച്ച കാര്യങ്ങളടക്കം ഒരു കല്ല് പോലും പുതുതായി അനങ്ങിയിട്ടില്ല. അവിടെയുള്ളൊരു കാര്യത്തിന് വിഴിഞ്ഞം പദ്ധതി, അതിൻ്റെ സെക്കൻഡ് ഫേസ്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് 1 രൂപ പോലും ഇന്ത്യ ഗവൺമെൻറ് നൽകിയിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം ഏറ്റവും ഒടുവിൽ പഴയ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, ഇപ്പോഴത്തെ HLL ലിമിറ്റഡ്, അതടക്കം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇവിടെ നേരത്തെ അവർ ഈ നമ്മുടെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ലിമിറ്റഡ് വിറ്റു. അത് കേരളത്തിലെ സർക്കാർ വിലയ്ക്ക് വാങ്ങേണ്ടതായ അവസ്ഥയിലേക്ക് വന്നു. ഇവിടെ ഇത്തരത്തിലുള്ള സെല്ലിംഗ് സ്പ്രീ നടക്കുമ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനെതിരായ ഒരു ബദൽ നയം കേരളത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും വിറ്റിട്ടില്ല. ഇനി കണക്ക് കൊടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഈ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകൾ എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ കഴുത്തിൽ കെട്ടിവെക്കുന്ന ഒരു നുകമാണ്. അതിൻ്റെ ഭാരം ഇങ്ങനെ ഒരു കാരണവശാലും അടിമയ്ക്ക് മോചനമില്ലാത്ത നിലയിലേക്ക് തുടക്കം എങ്ങനെ 80:20, അടുത്ത 60:40, പിന്നീട് വരുന്നത് 40:60, പിന്നെ വരുന്ന 20:80, അത് കഴിഞ്ഞ് മുഴുവനും ആ വിധത്തിൽ. അത് സർവശിക്ഷാ അഭിയാൻ മുതൽ ഈ പറയുന്ന ഇപ്പോൾ റാംജി VG ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉൾപ്പെടെ. ഇവിടെ ഹരി പറഞ്ഞതിൻ്റെ ഒരു മറുപടി കൂടി ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. സമയത്ത് കണക്ക് കൊടുക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. അതിനേക്കാൾ ഗുരുതരമായി മിസ്ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. CAG റിപ്പോർട്ടിൽ നിന്ന് മാത്രം ഞാനത് പറയാം. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് കൂടി കേട്ടോളുക. ഏറ്റവും ഒടുവിലത്തെ CAG റിപ്പോർട്ട് എങ്ങനെ ഒരു കാര്യത്തിന് അനുവദിക്കപ്പെട്ടത് മറ്റൊരു കാര്യത്തിന് ചെലവഴിച്ചിട്ട് ഇവിടെ കണക്കിൽ ഈ പറയുന്നത് സാധാരണഗതിയിൽ പറഞ്ഞാൽ അത് കള്ളക്കണക്കാണ് എന്ന് പറയേണ്ടി വരുന്നത്. മഹാരാഷ്ട്ര 4070 കോടി രൂപ, ജാർഖണ്ഡ് 2899 കോടി രൂപ, ത്രിപുര 2808 കോടി രൂപ, ആന്ധ്രാപ്രദേശ് 2678 കോടി രൂപ, ഉത്തർപ്രദേശ് 2449 കോടി രൂപ, മധ്യപ്രദേശ് 2004 കോടി രൂപ, തെലുങ്കാന കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് 1866 കോടി രൂപ, കർണാടക 1732 കോടി രൂപ. ഇങ്ങനെ നിരവധിയുണ്ട്. ഇതെടുത്തു നോക്കിയാൽ ഇതിൽ കേരളത്തിന് സ്ഥാനമില്ല. ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് പണം നൽകുന്നതിന് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കേരളത്തിന് പണം നൽകുന്നതിന് മാത്രം, പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പോലും നൽകാത്തതിന് അല്ലേ? ഒരു മെട്രോ നമ്മൾ ചോദിച്ചാൽ അതിന് പണമില്ല. ഇത്തരത്തിലാണല്ലോ വിഷയങ്ങളെല്ലാം വരുന്നത്. ഒരു കാരണവശാലും കേരളം മുന്നോട്ട് പോകരുത്. നിങ്ങൾ നേടിയ നേട്ടം, അത് പ്രത്യേകിച്ചും ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യവും ഉദ്യോഗസ്ഥ മേധാവിത്വവും കൂടി ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ആ അസൂയ വൈരമായി മാറുന്നതാണ്. അത് നമ്മളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് നാഷണൽ ഹൈവേയുടെ വികസനത്തിനും ഭൂമി ഏറ്റെടുക്കുമ്പോൾ 25% അടുത്ത 5 വർഷത്തിനുള്ളിൽ വിസ്മയങ്ങൾ കാണാം. അതെ, ഈ ഉത്സവത്തിന് പിടിച്ചു കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് വിഴിഞ്ഞത്തടക്കം നമ്മൾ കണ്ടതാണ്, PMC അടക്കം നമ്മൾ കണ്ടതാണ്.